ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിന്റെ ജാമ്യഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. കട്ടിളപ്പാളി കേസിൽ 90 ദിവസം റിമാൻഡ് പൂർത്തിയായത് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യഹർജി. സ്വാഭാവിക ജാമ്യം ലഭിച്ചാലും ദ്വാരപാലക ശില്പക്കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ ഉടൻ ജയിൽ മോചിതനാകാനാവില്ല. കഴിഞ്ഞ നവംബർ 20-ാം തീയതിയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM ജില്ലാ നേതാവുമായ A. പത്മകുമാർ ശബരിമല കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലാവുന്നത്. പിന്നാലെ ദ്വാരപാലക ശില്പക്കേസിലും SIT അറസ്റ്റ് രേഖപ്പെടുത്തി. ആദ്യ കേസിൽ അറസ്റ്റിലായി റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായതോടെയാണ് സ്വാഭാവിക ജാമ്യം തേടി വിജിലൻസ് കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച കോടതി നാളെ വിധി പറയാൻ മാറ്റി. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യം ലഭിക്കാനാണ് സാധ്യത. അതേസമയം കട്ടിളപ്പാളി കേസിൽ ജാമ്യം ലഭിച്ചാലും ദ്വാരപാലക ശില്പക്കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ ജയിൽ മോചിതനാകില്ല. അടുത്ത ആഴ്ചയോടെ ദ്വാരപാലക ശില്പക്കേസിലും റിമാൻഡ് 90 ദിവസം പൂർത്തിയാകും. പിന്നാലെ പത്മകുമാറും പുറത്തിറങ്ങും. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും N. വാസുവും അടക്കമുള്ളവർ നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിച്ച് ജയിൽ മോചിതരായിരുന്നു. പത്മകുമാറിനെതിരെ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളുടെ അടക്കം മൊഴിയുണ്ട്. മിനിറ്റ്സിൽ ഒപ്പുവെച്ചതുൾപ്പെടെ എല്ലാം പത്മകുമാർ അറിഞ്ഞുകൊണ്ടാണ് നടന്നതെന്നായിരുന്നു മൊഴി. അതേസമയം ദേവസ്വം ബോർഡ് മുൻ അംഗമായ KP ശങ്കർദാസ് ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ജാമ്യഹർജി 23-നാണ് വിജിലൻസ് കോടതി പരിഗണിക്കുക. ജനം, കൊല്ലം.